ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീണ്ടും ഒരു ഫിഷ് റെസിപ്പി ആയിട്ടാണ്. ഹൈദരാബാദി ഫിഷ് ഫ്രൈ, അതായത് അപ്പോള ഫിഷ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് എന്താ, ഫിഷ്. ഈ പ്രാവശ്യം ഞാൻ എടുത്തിട്ടുള്ളത് ഫിഷ് ഫില്ലറ്റ് ആണ്. ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കറി ലീവ്സ്, തൈര്, അരിപ്പൊടി, കോൺഫ്ലവർ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ചില്ലി പേസ്റ്റ്, സോയ സോസ്, മൈദ, ലെമൺ ജ്യൂസ്, പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കുരുമുളക് പൊടി. അപ്പം എങ്ങനെയാണ് അപ്പോളോ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ എന്ത് വേണം, ഒരു ബൗൾ എടുക്കാം. ആദ്യം തന്നെ മൈദ ആഡ് ചെയ്യാം. മൂന്ന് സ്പൂൺ മൈദ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ സ്പൂൺ അരിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. 3/4 സ്പൂൺ കോൺഫ്ലവർ. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലോട്ട് പൊടികളൊക്കെ ആഡ് ചെയ്യാം. 1/4 സ്പൂൺ വരെ ചില്ലി പൗഡർ ആഡ് ചെയ്യാം. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഇതിലോട്ട് ലെമൺ ജ്യൂസ്. 1/2 സ്പൂണോളം ലെമൺ ജ്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉപ്പ്. ഇത് ഫില്ലറ്റ് ആയ കാരണം കൊണ്ട് ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ മുട്ട ഒരെണ്ണം ആഡ് ചെയ്യാം കേട്ടോ. മുട്ട ഞാൻ ആഡ് ചെയ്യണില്ല, ഞാൻ ഇത് വെള്ളം ഒഴിച്ചിട്ടാണ് ഈ ബാറ്റർ റെഡിയാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മുട്ട ആഡ് ചെയ്യണമെങ്കിൽ മുട്ട ആഡ് ചെയ്യാം. പൊടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ആഡ് ചെയ്യാം. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ട ഈ ഒരു പരുവത്തിലാണ് ഞാൻ ബാറ്റർ റെഡി ആക്കി എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഫിഷ് ആഡ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. നന്നായി മിക്സ് ചെയ്യുക. ഉടഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. മുള്ളില്ലാത്ത കാരണം കൊണ്ട് ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ സൂക്ഷിച്ചിട്ട് കൈകാര്യം ചെയ്യാം. നമ്മൾ ഈ ഫിഷ് ആഡ് ചെയ്യുന്നതിനേക്കാളും മുന്നായിട്ട് അതിൻ്റെ ഉപ്പും എരിവ് പുളി എല്ലാം ചെക്ക് ചെയ്യണം കേട്ടോ. ഫിഷ് ആഡ് ചെയ്ത ശേഷം പിന്നെ നമുക്ക് ബാറ്റർ ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിന് മുന്നേ വേണം ഇതൊക്കെ ടേസ്റ്റ് ചെയ്യാനായിട്ട്. നിങ്ങളുടെ ബാറ്ററിൽ വെള്ളം കൂടിയെന്ന് വെച്ചാൽ അതിൽ കുറച്ച് മൈദയൊക്കെ ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ആ കറക്റ്റ് രൂപത്തിൽ കിട്ടും ബാറ്റർ. ഇപ്പോൾ ഇതേ ഫിഷ് ഞാൻ അതിൽ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 20 മിനിറ്റ് വരെ നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്ത് തീർക്കാം. നമ്മൾ ഫിഷ് മാരിനേറ്റ് ചെയ്തിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് ഫ്രൈ ചെയ്യലാണ്. അതിനായിട്ട് ഞാൻ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ആഡ് ചെയ്യാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. മിക്സിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യാം. ഫസ്റ്റ് ബാച്ച് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വെള്ളം ചേർത്തിട്ടാണ് ഈ ബാറ്റർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണയിലേക്ക് ഫിഷ് ഇടില്ലേ, അപ്പോൾ നന്നായിട്ട് പൊട്ടിത്തെറിക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഫിഷ് ഇട്ടതിന് ശേഷം കുറച്ച് മാറി നിൽക്കുക. ഓക്കെ, അല്ലെങ്കിൽ മേത്തേക്ക് പൊട്ടിത്തെറിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ ബാക്കിയുള്ള ഫിഷും കൂടി ഫ്രൈ ചെയ്തിട്ട് ഒരുമിച്ച് കാണിച്ചു തരാം. ഫിഷ് ഫുള്ള് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് നമുക്ക് സോസ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഓയിൽ ആഡ് ചെയ്യാം. 1.5 സ്പൂണോളം ഓയിലാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മുടെ ഫിഷിന്റെ ക്വാണ്ടിറ്റി കുറവല്ലേ, അതനുസരിച്ചിട്ടുള്ള ഓയിലാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും ആഡ് ചെയ്യാം. പിന്നെ ചതച്ച് വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതിലോട്ട് കുറച്ച് ഉപ്പ് സൂക്ഷിച്ച് വേണം ആഡ് ചെയ്യാനായിട്ട്, കാരണം ഫില്ലറ്റ് ആണ്. ഉപ്പ് നന്നായിട്ട് പിടിക്കും വേഗം. പിന്നെ ഒരു തണ്ട് വേപ്പില. നന്നായിട്ട് വഴറ്റാം. ഓണിയൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്യാം. 1/4 സ്പൂൺ വരെ മല്ലിപ്പൊടി. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ. ഇനി ഇതിലോട്ട് റെഡ് ചില്ലി പേസ്റ്റ് ആഡ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ റെഡ് ചില്ലി പേസ്റ്റ് ഇല്ലെങ്കിൽ ഈ ടൈമിൽ റെഡ് ചില്ലി പൗഡർ വേണം ആഡ് ചെയ്യാനായിട്ട്. 3/4 സ്പൂൺ വരെ റെഡ് ചില്ലി പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. നന്നായി വഴറ്റാം. ഇതിലോട്ട് കുറച്ച് പെപ്പർ പൗഡർ കൂടി നമുക്ക് ആഡ് ചെയ്യാം. അതൊരു 1/4 സ്പൂൺ വരെ ആഡ് ചെയ്താൽ മതി. കാരണം നമ്മൾ ഓൾറെഡി ബാറ്ററിൽ റെഡ് ചില്ലി പൗഡറും അതുപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്തതിന് ശേഷമാണ് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ എരിവ് ഓൾറെഡി ഉണ്ട്. ഇത് നമ്മൾ എരിവ് ഇടുമ്പോൾ സൂക്ഷിച്ചിട്ട് വേണം എരിവിടാനായിട്ട്. ഒരുപാട് അങ്ങനെ സ്പൈസി ആയി പോകും. ഇൻഗ്രീഡിയൻസിൽ പറയാത്ത ഒരു സാധനം കൂടി ഞാൻ ഇപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്.
കൊറിയാണ്ടർ ലീവ്സ് കേട്ടോ. നന്നായിട്ട് വഴറ്റുക. ആഡ് ചെയ്തിട്ടുള്ള പൊടികളുടെ ഒക്കെ മണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് സോയാ സോസ് ആഡ് ചെയ്യാം. 1/4 സ്പൂൺ സോയാ സോസ്. സോയ സോസ് കുറച്ച് ഡേഞ്ചറാണ്. കാരണം എന്താ വെച്ചാല് ഭയങ്കര പുളി കൂടില്ല. അപ്പൊ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്ന സമയത്ത് സോയ സോസിന്റെ അളവ് കൂടുതലാണെങ്കിൽ കറി അവസാനം ആകുമ്പോൾ ഭയങ്കര പുളിയായിട്ട് മാറും. കാരണം 1-2 വട്ടം അബദ്ധം പറ്റിയിട്ടുണ്ട്. ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് സോയ സോസ് ചിലപ്പോൾ ഒഴിക്കുമ്പോൾ കുറച്ച് കൂടിപ്പോവും. പിന്നെ നമ്മള് റെഡ് ചില്ലി സോസും കൂടി ഒഴിച്ച് കഴിയുമ്പോഴേക്കും പുളി ഭയങ്കരമായിട്ട് കൂടിപ്പോവും. ലാസ്റ്റ് ടേസ്റ്റ് ചെയ്യുമ്പോഴും അറിയാം ഭയങ്കരമായിട്ട് പുളി കൂടി എന്നുള്ളത്. അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് യൂസ് ചെയ്യുക. അത് കാര്യം കൊണ്ട് ഇപ്പം ഞാൻ വാങ്ങാറുള്ളത് സ്വീറ്റ് സോയ സോസ് ആണ്. അപ്പം അതിൽ പുളി കുറച്ച് കുറവായിരിക്കും. ഇനി ഇതിലോട്ട് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ തൈര്. 2 സ്പൂണിൻ്റെ അടുത്ത് തൈര് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോളോ ഫിഷ് ഫ്രൈ എന്ന് പറയുന്നത് ഡ്രൈ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപാട് ഗ്രേവി ഒന്നും ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് ഒരു തണ്ടും കൂടിയും വേപ്പില ആഡ് ചെയ്യാം. ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള ഫിഷില്ലേ അതും കൂടി ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ ഹൈദരാബാദി അപ്പോള ഫിഷ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലേറ്റ് ചെയ്യാം. പ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് മല്ലിയില കുറച്ച് വിതറാം. അതുപോലെ ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പ്ലേറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ എങ്ങനെയാണ് അപ്പോളോ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാന്നുള്ളത്. വളരെ എളുപ്പം ഉണ്ടാക്കാനായിട്ട് എല്ലാവരും തന്നെ ട്രൈ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇത് സ്റ്റാർട്ടറായിട്ട് കഴിക്കാവുന്ന റെസിപ്പിയാണ്. പിന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് വേഗം ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണ്. എല്ലാവരും തന്നെ ട്രൈ ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യണം. ഇതുപോലെ തന്നെ നല്ല റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ടാറ്റാ.